perception. So let's see what perception is. Perception is the process of receiving information about and making sense of the world around us. It involves deciding which information to notice, how to categorize this information, and how to interpret it within the framework of our existing knowledge. ഇപ്പോൾ പെർസെപ്ഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ഒന്നിനെ നോക്കിക്കാണുന്നു, അതാണ് പെർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു പെർസെപ്ഷൻ ആയിരിക്കില്ല നിങ്ങളുടെ ഒരു പെർസെപ്ഷൻ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കുട്ടിയെക്കുറിച്ച് എന്താണോ പെർസെപ്ഷൻ, ആ പെർസെപ്ഷൻ ആയിരിക്കില്ല മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന പെർസെപ്ഷൻ. സോ പെർസെപ്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് റിസീവിങ് ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്നു എബൌട്ട് ആൻഡ് മേക്കിംഗ് സെൻസ് ഓഫ് ദ വേൾഡ് അറൗണ്ട് അസ്. അത് ഏതുമാവാം, ഒരു ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചാവാം, എന്തിനെക്കുറിച്ചാണെങ്കിലും, നമ്മുടെ ചുറ്റുപാടുമുള്ള എന്തിനെക്കുറിച്ചാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ ഒരു ഇൻഫോർമേഷൻ നമ്മൾ അതിനെക്കുറിച്ച് കളക്ട് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഡിസൈഡിങ് വിച്ച് ഇൻഫർമേഷൻ ടു നോട്ടീസ്, ഹൗ ടു കാറ്റഗറൈസ് ദിസ് ഇൻഫർമേഷൻ. അവിടെ എന്താണോ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത്, അതെങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം, ആ ഇൻഫർമേഷനെ അതെങ്ങനെ നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്യണം വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് അവർ എക്സിസ്റ്റിംഗ് നോളേജ്. നമ്മുടെ എക്സിസ്റ്റിംഗ് നോളേജിലായിരിക്കും ഇതൊക്കെ നമ്മൾ ചെയ്യുക. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുക. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിസീവിങ് ഇൻഫർമേഷൻ about and making sense of the world around us, and it involves deciding which information to notice, how to categorize this information, and how to interpret it within the framework of our existing knowledge. അല്ലെങ്കിൽ നമുക്ക് പറയാം, it is the process by which people select, organize, interpret and respond to information from the world around them. നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. ജസ്റ്റ് സീ ദിസ് എക്സാമ്പിൾ. ഈ ഒരു പിക്ചറിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും? ചിലർക്കൊരു മൂണിൻ്റെ ഒരു ഷേപ്പ്, ഒരു ചന്ദ്രക്കല പോലെയുള്ള ഒരു ഷേപ്പ് കാണാം. അല്ലെങ്കിൽ ഒരു ഹോസിൻ്റെ മേലെ ഇരുന്നിട്ട് ഒരു വ്യക്തി ഹോസ് റൈഡ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യും. ചിലർക്കൊരു പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ട് തോന്നും. പല നമ്മുടെ എക്സിസ്റ്റിംഗ് നോളേജിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സംതിങ് ദാറ്റ് വി ആർ സീയിങ് അറൗണ്ട് എസ്, അല്ലേ, നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ ആ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുക. ഈ ഒരു പിക്ചർ കാണുന്ന സമയത്ത് ഈ ഒരു ലേഡിയുടെ ബാക്കിലൊരു വലിയൊരു മരം നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യാം. ഇല്ലെങ്കിൽ ആ ഒരു ലേഡിയുടെ ഹെഡിൽ ഒരു ബാസ്ക്കറ്റിൽ നിറച്ചും ലീഫായിട്ട് നിൽക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഓരോരുത്തരുടെ കണ്ണിലും ഇത് ഓരോ രീതിയിലാണ് ഇത് പെർസീവ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പിക്ചർ നോക്കൂ. ഈ ഒരു പിക്ചർ നോക്കുന്ന സമയത്ത് ചിലർക്ക് അതൊരു സ്കെൽട്ടനായിട്ട് ഫീൽ ചെയ്യും. ആ ലേഡിയുടെ മുമ്പിൽ ഒരു സ്കെൽട്ടനായിട്ട് ഫീൽ ചെയ്യും. ചിലർക്ക് ആ സ്കെൽട്ടൻ്റെ ഉള്ളിലൊരു ലേഡി ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു മിറർ ഇമേജ് ഫീൽ ചെയ്യും. ആ സ്കെൽട്ടൻ്റെ ടീത്തൊക്കെ ഫീൽ ചെയ്യും ചിലർക്ക്. അപ്പം നമ്മുടെ ആ ഒരു എക്സിസ്റ്റിംഗ് നോളേജിൽ നമ്മൾ എങ്ങനെയാണോ ഒരു ഒബ്ജക്റ്റിനെ നോക്കിക്കാണുന്നത്, ആ ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so what do you mean by perception? We can say that it is a process by which people select, organize, interpret and respond to information from the world around them. And it is consciously and unconsciously involved searching for, obtaining and processing information in the mind in an attempt to make sense of the world. അത് കോൺഷ്യസ്ലി ആവാം, അൺകോൺഷ്യസ്ലി നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് സെർച്ച് ചെയ്ത് അതിൻ്റെ ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത് അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാണ്, നമ്മുടെ മൈൻഡിലിട്ട് പ്രോസസ്സ് ചെയ്യാണ്. ഇതിങ്ങനെ ആണെങ്കിൽ അതങ്ങനെ ആയിരിക്കും, ഈ ഒരു കാര്യത്തിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് നോളേജും നമ്മളവിടെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സെൻസ് ഓഫ് ദ വേൾഡിനെ കുറിച്ച് നമ്മൾ ആ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നു നമ്മുടെ എക്സിസ്റ്റിംഗ് നോളേജിൽ. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുക. So perception is the process by which people select, organize, interpret and respond to information from the world around them. And ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടേഴ്സ് ഓഫ് ദ ഇൻ ദ പെർസീവറുടെ കാഴ്ചപ്പാടിൽ
അയാളുടെ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിരിക്കും, മോട്ടീവ്സിനെ ബേസ് ചെയ്തിരിക്കും, ഇൻട്രസ്റ്റ്, എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെക്റ്റേഷൻ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടും പെർസെപ്ഷൻ ഉണ്ടാവും. അതുപോലെ ഫാക്ടേഴ്സ് ഇൻ ദ സിറ്റുവേഷൻ, നമ്മളിപ്പോൾ ബിസി ആയിട്ടുള്ള സമയത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ നോക്കുന്നതും വളരെ റിലാക്സ് ചെയ്തിരുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതും രണ്ട് രീതിയിലായിരിക്കും നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള നോളേജ് പെർസീവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ടൈം, വർക്ക് സെറ്റിംഗ്, സോഷ്യൽ സെറ്റിംഗ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരാളുടെ പെർസെപ്ഷൻ. ഓക്കെ, നമ്മൾ ഭയങ്കര ദേഷ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ അതെല്ലാം തെറ്റിപ്പോവും, റൈറ്റ്? ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സെറ്റ് ഓഫ് മൈൻഡിനനുസരിച്ചിരിക്കും നമ്മളതിനെ പെർസീവ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഫാക്ടേഴ്സ് ഇൻ ദ ടാർഗറ്റ്, നോവൽറ്റി, മോഷൻ, സൗണ്ട്, സൈസ്, ബാക്ക്ഗ്രൗണ്ട്, പ്രോക്സിമിറ്റി, സിമിലാരിറ്റി, ഇതും പെർസെപ്ഷനെ ബേസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. Okay, so these are the factors that influence the perception. These are the different examples of perception. ഇതിൻ്റെ ഓരോ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബേസ് ചെയ്തിട്ട് ഓരോരുത്തർക്ക് പല രീതിയിലായിരിക്കും ഇതിനെ ഫീൽ ചെയ്യുക. ഈ ഒരു പിക്ചർ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ക്ലാസ്സിലാണെങ്കിൽ നമുക്കിതൊക്കെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാമായിരുന്നു. ഇതേപോലെ അതിൻ്റെ സൈസിനെ ബേസ് ചെയ്തിട്ടാണ് പലർക്കും ഇതിനെ പല സൈസിലായിട്ട് കാണപ്പെടും. ദ സെയിം തിങ്. അതുപോലെ ഈ ഒരു പിക്ചർ കാണുമ്പോൾ ഒരു യങ് ലേഡി തിരിഞ്ഞു നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യാം, ഒരു ഹാറ്റ് വെച്ചിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. ഇത് കണ്ടോ, യങ് ഓൾഡ് വുമൺ ഇല്യൂഷൻ. ഇത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഇല്യൂഷനാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓൾഡ് വുമണിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റിയിരുന്നില്ല. അപ്പോൾ എക്സിസ്റ്റിംഗ് നോളേജിൽ എനിക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പെർസെപ്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്, റൈറ്റ്? പിന്നെ പലരും പറഞ്ഞ് ഈ ഒരു ആംഗിളിൽ നോക്കൂ എന്നെല്ലാം പറയുന്ന സമയത്താണ് സംടൈംസ് ഐ എം ഗെറ്റിംഗ് ദാറ്റ് ഇല്യൂഷൻ. ആൻഡ് ഓൾസോ യങ് വുമൺ, ഐ ക്യാൻ ഫീൽ ഓൺലി ദാറ്റ് യങ് വുമൺ ഹിയർ, യു നോ. അപ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് പെർസെപ്ഷൻ. നമ്മൾ എങ്ങനെ ഒരു പിക്ചറിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. സോ ഇറ്റ് വിൽ ബി ഡിപ്പെൻഡ് ടു എവറി ഇൻഡിവിജ്വൽ ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഫാക്ടേഴ്സിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു ഇൻഡിവിജ്വലിന് ഒരു കാര്യത്തിനെ പെർസീവ് ചെയ്യുന്ന രീതി. ഓക്കെ, അതുപോലെ മോഷൻ, ഇതാ ഒരു ബ്ലാക്ക് ഡോട്ടിൽ കുറേ നേരം നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ യു ക്യാൻ സീ ദാറ്റ് ഈ ഒരു ചുറ്റുമുള്ള ഈ ഒരു ബ്രിക്സ് പോലെ കാണുന്നത് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. Okay, that is also one example of perception. And also this background, രണ്ട് ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കപ്പായിട്ട് ഇതിനെ പെർസീവ് ചെയ്യാൻ പറ്റും. Okay, so it depends to that individual. And word color test, ഈ കാണുന്ന യെല്ലോ, ബ്ലൂ, ഓറഞ്ച് എന്ന് പറയുന്നതിൽ നമ്മൾ യെല്ലോ എന്ന് വായിക്കാൻ പാടില്ല. നേരെ മറിച്ച് യെല്ലോ ഏത് കളറാണോ, ഇപ്പോൾ ഗ്രേ ആണെങ്കിൽ വി ഷുഡ് സേ ഇറ്റ് അലൗഡ്, ലൈക്ക് ഗ്രേ. ബ്ലൂയുടെ കളർ പിങ്ക് ആണെങ്കിൽ ഗ്രേ, പിങ്ക്, ആഷ്, യുനോ, ഗ്രീൻ, എഗെയിൻ ആഷ്, എഗെയിൻ ഗ്രേ. ഗ്രീൻ എന്ന് പറയാൻ പാടില്ല, റെഡ് എന്ന് പറയാൻ പാടില്ല. ആ റെഡ് എഴുതിയിരിക്കുന്ന കളർ ഏതാണോ അതിലും നമ്മൾ അലൗഡായിട്ട് വായിക്കാൻ പറയുക. സോ ആ ടൈമിൽ നമ്മുടെ മൈൻഡിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് പെട്ടെന്ന് അത് പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വി വിൽ സേ ഇറ്റ് ആസ് യെല്ലോ, ബ്ലൂ. പക്ഷെ ആ ഒരു കളർ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മൈൻഡിലിട്ട് അതൊന്ന് പ്രോസസ്സ് ചെയ്താൽ മാത്രമേ വി ക്യാൻ സേ ഇറ്റ് ആസ് അലൗഡ്, യുനോ, അങ്ങനെ നമുക്ക് ഉറക്കെ പറയാൻ സാധിക്കുള്ളൂ. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പെർസെപ്ഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ പ്രോസസ് ഓഫ് പെർസെപ്ഷൻ. ഓക്കെ, പെർസെപ്ച്വൽ പ്രോസസ്. ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 4 പെർസെപ്ഷനായിട്ട് പറയുന്നുള്ളൂ. യു ക്യാൻ റൈറ്റ് ദിസ് 6 പെർസെപ്ഷൻ സ്റ്റെപ്സ്. ഓക്കെ, പെർസെപ്ച്വൽ പ്രോസസ്സിൽ ഈ 6 സ്റ്റെപ്പും നമുക്ക് എഴുതാം. സോ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് റിസീവിങ് സ്റ്റിമുലൈ. There are 5 sensory organ in human organism, that is vision, hearing, smell, touch and taste stimuli received by human body through organs.